കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസ്വരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. സൗരസ്വരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രസക്തമായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചും അത് പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യം ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ. അപ്പോൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഇസ്രായേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്ന ഒരു പരാതിയാണ്. അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ദൈവത്തിന് അർപ്പിക്കുന്നതെല്ലാം മുടന്തുള്ളതും കണ്ണുപൊട്ടിയതും ഊനമുള്ളതും ദീനമുള്ളതുമായ കാര്യങ്ങളെയാണ് അവർ ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ദൈവത്തെ അവർ ബഹുമാനിക്കുന്നില്ല എന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ദൈവം ചോദിക്കുവാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പം ഇവർ ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു നാട്ടിലെ രാജാവിനോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു നേതാവിനോ ഒരു ഉദ്യോഗസ്ഥനോ നമ്മുടെ സ്നേഹിതർക്കോ ബന്ധുമിത്രാദികൾക്കോ നമ്മളൊരു കാഴ്ച കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതെപ്പോഴും നല്ലത് മാത്രം കൊടുക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിന് എന്നൊരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ എല്ലാം നമ്മൾ നല്ലത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെപ്പോഴും മുടന്തുള്ളത്, ഊനമുള്ളത്, അല്ലെങ്കിൽ കണ്ണുപൊട്ടിയത്, ഇങ്ങനെ ഏറ്റവും കൊള്ളില്ലാത്തത്, മോശമായത് മാത്രമേ അവർ ദൈവത്തിന് അർപ്പിച്ചുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം അവരോട് പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഒരു ദേശാധിപതിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജാവിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രസൻറ്റേഷൻ, ആ നല്ലത് മാത്രം കൊടുക്കുന്നതിൻ്റെ കാരണം ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഉദ്യോഗസ്ഥന് നമ്മൾ സമ്മാനം കൊടുക്കുന്നതിൻ്റെ കാരണം അവനെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഒരു അധ്യാപകന് നമ്മൾ സമ്മാനം കൊടുക്കുന്നെങ്കിൽ ആ അധ്യാപകനെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഒരു ഡോക്ടർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നു എങ്കിൽ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുമായിരുന്നു എന്നാണ് ദൈവം പറയുന്നത്. അതാ ദൈവത്തിന് അവർ കൊടുത്തതെല്ലാം ആർക്കും വേണ്ടാത്തത് അവർ ദൈവത്തിന് അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ നിസ്സാരമായ ഒരു കാര്യമെന്ന് തോന്നും. എന്നാൽ അതിൻ്റെ പിന്നിൽ ആ കൊടുക്കുന്ന വ്യക്തിയുടെ ആത്മാവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ വിവേചിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതെന്താണെന്ന് ഞാനിങ്ങനെ പറയാം. നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ നമ്മൾ സ്തോത്രകാഴ്ച എടുക്കാറുണ്ട്. അപ്പോൾ സഭായോഗങ്ങളിൽ സ്തോത്രകാഴ്ച എടുക്കുന്ന സ്തോത്രകാഴ്ച പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ കൈ ചുരുട്ടി ഇങ്ങനെ അതിനകത്തേക്ക് ഇടുമ്പോൾ എന്താണ് ഇട്ടതെന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സഭയുടെ ഖജാൻജി, അതായത് പണ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് ഈ പൈസയെല്ലാം എടുത്ത് നോക്കും. അങ്ങനെ എടുത്ത് നോക്കണ കൂട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പല ആവർത്തി കാണുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, കീറിയത്, ചുളുങ്ങിയത്, മുഷിഞ്ഞത്, ഇങ്ങനെയുള്ള നോട്ടുകളാണ് സ്തോത്രകാഴ്ച പാത്രത്തിനകത്ത് വന്ന് വീഴുന്നത് എന്ന് അദ്ദേഹം പറയാനിടയായി. അങ്ങനെ അദ്ദേഹം 1-2 നോട്ടുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മലാഖിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ അതേ മനോഭാവം തന്നെയാണ് ഈ സ്തോത്രകാഴ്ച പാത്രത്തിൽ ആർക്കും വേണ്ടാത്ത, ആരും എടുക്കില്ലാത്ത നോട്ടുകളും പൈസയും നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പം സൗരസൗരന്മാരെ ഞാനിങ്ങനെ പറയട്ടെ, ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മുന്തിയത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് തന്നെ സ്വോത്രകാഴ്ച പാത്രത്തിൽ ഏറ്റവും കുറച്ചിടാനേ നമുക്ക് തോന്നുന്നുള്ളൂ. അതൊരു പരമാർത്ഥമായ കാര്യമാണ്. എന്തോരം കുറച്ചിടാൻ പറ്റുമോ അത്രയും കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ. അതൊരു വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഇടുന്നത് നല്ലത് ഇടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു സത്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, നാം ദൈവത്തെ അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ നിന്ദിക്കുകയാണ് എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ വാസ്തവത്തിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലത് നമ്മൾ അവർക്ക് കൊടുക്കും, ദൈവത്തിന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വോത്രകാഴ്ച പാത്രത്തിൽ ഇങ്ങനെ മുഷിഞ്ഞതും കീറിയതും തുളയുള്ളതും ഒക്കെ ആയ, ആർക്കും വേണ്ടാത്തായ നോട്ടൊക്കെ കൊണ്ട് ഇടുന്ന സൗരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുകയാണ്, ബഹുമാനിക്കുകയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഞാനിരിക്കുന്ന കൂട്ടായ്മയിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പം ഞാനിതിപ്പോൾ പെട്ടെന്ന് ദൈവത്തെ ബഹുമാനിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ആ കാര്യം ഓർത്തു വന്നേരം ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രിയ സൗരസ്വാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ദൈവം നമ്മളോട് ആ ചോദ്യം ചോദിക്കുവാണ്. നാം ദൈവത്തിൻ്റെ ജനമാണ്, പുത്രിപുത്രന്മാരാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. യേശുക്രിസ്തു ദൈവത്തെ നമുക്ക് പിതാവുമായിട്ട് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ യേശുക്രിസ്തു നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നപ്പോൾ പിതാവ് എന്ന് പറഞ്ഞാണ് വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് യേശുക്രിസ്തു പറയാനുള്ളൊരു കാര്യം, യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ യഹൂദന്മാർ ദൈവത്തെ പിതാവെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഇസ്രായേൽ ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് സൃഷ്ടാവ് എന്ന അർത്ഥത്തിലും മറ്റൊന്ന് രക്ഷകൻ എന്ന അർത്ഥത്തിലുമാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് ദൈവത്തെ പിതാവാക്കി വെളിപ്പെടുത്തി തന്നത് രക്ഷകൻ എന്ന അർത്ഥത്തിലുമല്ല, സൃഷ്ടാവ് എന്ന അർത്ഥത്തിലുമല്ല. അതിനേക്കാൾ ആഴമേറിയ ഒരർത്ഥം അതിനുണ്ടെന്നുള്ളത് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അനേക വട്ടം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ എപ്പോഴും പിതാവേ എന്ന് വിളിക്കുവാനാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ മൂല്യം എന്താണെന്നുള്ള കാര്യം പലപ്പോഴും വിശ്വാസികൾക്ക് അറിയാൻ പാടില്ലാതെയാണ് പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ വെളിപ്പാടിലല്ല നമ്മളിന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പിതാവും പുത്രനും അല്ലെങ്കിൽ പുത്രിപുത്രന്മാരും പിതാവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, പിതാവിൻ്റെ ജീവൻ പുത്രനിലുണ്ടെന്നുള്ളതാണ്. അത് മകനിലാണെങ്കിലും മകളിലാണെങ്കിലും പിതാവ് ജീവൻ നൽകി ജനിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിതാവിൻ്റെ സാദൃശ്യം അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ അംശങ്ങൾ ഒരു നല്ലൊരു പങ്ക് ആ മക്കളിലുണ്ടെന്നുള്ളതാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണമായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകണം. നമ്മളിൽ ദൈവികമായ ചില സ്വഭാവം നമ്മിലുണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്നേഹം, കരുണ, വിശ്വസ്തത, ദയ, ഇങ്ങനെ ദൈവികമായ പല ഗുണങ്ങളും നമ്മിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗീയ പിതാവും മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ പുത്രിമാരാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ നമുക്ക് പിതാവെന്ന് വിളിക്കാനുള്ളൊരു കാരണം,
ഈ അപ്പനും മക്കളും സംഭാഷണം ഉള്ളതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് നേരിട്ട് സംഭാഷണം നടത്തുവാൻ കഴിയും എന്നുള്ളതാണ്. അതിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തന്ന മുഖാന്തരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത് ദൈവത്തോടുള്ള സംഭാഷണമാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വർഗസ്ഥ പിതാവ് ആരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളൊന്നും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഇത് ശരിക്കും സ്വർഗത്തിലെ ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വാരിക്കോരിയുള്ള നമുക്കിടെ മനസ്സിൽ തോന്നുന്നതെല്ലാം പ്രാർത്ഥനയായിട്ട് നമ്മളങ്ങ് ഉരുവിടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പനും മക്കളും തമ്മിലുള്ള സംഭാഷണം പോലെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു മുഖാന്തരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര ഘോരമായ അല്ലെങ്കിൽ കഠിനമായ പാപം ചെയ്താലും ആ പാപം നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഹൃദയപൂർവ്വം നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ ഇസ്രായേലിന് ദൈവം പാപം മറച്ചും ലംഘനം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അന്നവിടെ പാപം മറയ്ക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പാപത്തെ ദൈവം പൂർണ്ണമായി ക്ഷമിക്കുകയാണ്. ആ ക്ഷമിച്ച പാപത്തെ പിന്നെ ദൈവം ഓർക്കുന്നു പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പനും മക്കളും, ഈ ലോകത്തിൻ്റെ അപ്പനും മക്കളും എന്ന പോലെ തന്നെ ഈ ലോകത്തിൻ്റെ അപ്പൻ്റെ മുമ്പാകെ മക്കൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെന്നുവെച്ചാൽ അപ്പ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ അപ്പൻ അവനോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നത് പോലെ നാം പാപം ചെയ്താലും നമ്മുടെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അവൻ കരുണയുള്ളവനാണ്, അവൻ ദയാലുവാണ്. അപ്പോൾ ആ അത്രയ്ക്ക് സ്നേഹമായിട്ട് നമ്മളോട് ഇടപെടുന്ന ആ സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാം ചോദിക്കുന്നതിന് മുന്നമേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് അവൻ. നമ്മളിങ്ങനെ വാരിക്കോരി അത് തന്നെ ഇത് തന്നെ എന്നൊക്കെ ദൈവത്തോട് പറയുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയല്ലേ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. അപ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവ്. അപ്പോൾ ഈ ലോകത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന പുത്രിപുത്രന്മാരായിരിക്കുന്ന നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം കരുതും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, അതുകൊണ്ടാണ് നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നമുക്ക് നിത്യജീവനം നൽകുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവം നിത്യജീവൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കൂടെ വന്നതിന് ശേഷം, യേശുക്രിസ്തു വന്നത് തന്നെ എന്തിനാ, ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ടുണ്ടാകേണ്ടതിനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അയച്ചിരിക്കുന്ന പിതാവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവം രാജാവായിരിക്കുന്നതും ദൈവം പിതാവായിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി, ഓഹരിക്കാരായി നമുക്ക് ആ അവകാശം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര ശ്രേഷ്ഠനായ ദൈവം, എത്ര ഉന്നതനായ ദൈവം, നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഞാൻ ക്രമമായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ്, ആത്മാവിനാൽ ജനിച്ചു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവനാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവജീവൻ ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം അവരിലുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അവരിലേക്ക് ദൈവം പകർന്നു. ആ സ്നേഹം, സന്തോഷം, ദയ, മനസ്സലിവ് ഇതെല്ലാം ദൈവം അവരിലേക്ക് പകർന്നു എന്നുള്ളതാണ്. ആ ദൈവികമായ ഗുണങ്ങൾ മനുഷ്യരിലേക്ക് നൽകി എന്നുള്ളതാണ് നമ്മുടെ പിതാവ് നമുക്ക് ചെയ്യുന്ന കാര്യം. മറ്റൊന്ന്, ഒരു മക്കൾക്ക് അപ്പനും അമ്മയും കരുതുന്നത് പോലെ നമ്മെ കരുതുന്ന ഒരു ദൈവം. എത്രമാത്രം നമ്മെക്കുറിച്ച് ഭാരമുള്ള, സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ. അപ്പോൾ ശരിക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി നമ്മളെ നടത്തുന്നവൻ. മറ്റു പല കാര്യം എന്ന് പറയുന്നത്, നമ്മോട് ക്ഷമിക്കുന്നവൻ, തെറ്റ് ചെയ്താൽ ഏറ്റു പറഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ. മറ്റൊരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, നിത്യജീവൻ നമുക്ക് നൽകി അവൻ വാഗ്ദാനം ചെയ്തു, അത് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ വിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാറ്റിലും ഒടുവിൽ ദൈവത്തിൻ്റെ രാജ്യം, അതിൽ പ്രവേശിക്കുവാനുള്ള അവകാശവും അധികാരവും കർത്താവ് നമുക്ക് നൽകി, പിതാവായ ദൈവം നമുക്ക് നൽകി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച അർത്ഥത്തിലല്ല നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മെ യഥാർത്ഥത്തിൽ നമ്മുടെ വാത്സല്യപൂർവ്വം നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പഠിപ്പിക്കുകയും സംസാരിക്കുകയും അവകാശങ്ങൾ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹസമ്പന്നനായ ഒരു സ്വർഗീയ പിതാവ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇസ്രായേലിനോട് ചോദിച്ച അതേ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. നാം ഇത്രമാത്രം ശ്രേഷ്ഠനായ, ഉന്നതനായ, പരിശുദ്ധനായ ആ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കുന്ന നാം നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ആ ദൈവം നമ്മെക്കുറിച്ച് പരാതി പറയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്നതെല്ലാം ഏറ്റവും മുന്തിയതാണോ ശ്രേഷ്ഠമായതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. സഹോദരന്മാരെ, പലർക്കും അറിയില്ലാത്തൊരു സത്യം ഞാൻ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുവാണ്: ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. അവിടെ പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമായൊരു കാര്യമാണ് ദൈവത്തിന് ശത്രുവായി തീരുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് ശത്രുവായി തീരുന്നത്? നമ്മൾ ലോകസ്നേഹികളാകുമ്പോഴാണ്. അപ്പോൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയും? നമ്മുടെ മുമ്പിൽ ഒരു സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ, ദൈവിക കാര്യവും ലൗകിക കാര്യവും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തെ ഗമനിക്കും, ഏത് കാര്യത്തെ നിന്ദിക്കും എന്നുള്ളതാണ് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവുകോൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം അത്രേ ഉള്ളൂ. ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് ശോധന ചെയ്യാനുള്ള അവസരം, ഒരു പ്രബോധനം എന്ന പോലെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇസ്രായേലിനോട് ദൈവം ചോദിച്ചത് ഒരു പരാതിയായിട്ടാണ് പറഞ്ഞത്. ഞാൻ അപ്പനെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകേണ്ട ബഹുമാനം എവിടെയെന്ന് ചോദിച്ചു. അതേ ചോദ്യം ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. ഇന്ന് അനേകർ ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ ഭക്തന്മാരെന്ന് നടിച്ച് നടക്കുകയാണ്. തിമോഥെയോസിന്റെ ലേഖനം നമ്മൾ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും അമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും നന്ദി കെട്ടവരും ഇണങ്ങാത്തവരും ഈ ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി, ശ്രദ്ധിക്കണമേ, ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അതുപോലത്തെ ഒരു കാലയളവിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, അവിടെ വാത്സല്യമില്ലാത്തവരും നന്ദി കെട്ടവരും ഇണങ്ങാത്തവരും എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ദൈവത്തിനെ ബഹുമാനിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തോട് നന്ദിയില്ലാത്തവരാണോ? അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക്
ഭക്തിയില്ലാത്തവരാണോ എന്നൊക്കെ ശോധന ചെയ്യേണ്ട ഒരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് സൗരസൗരന്മാരെ, ഞാൻ ഒന്നും എടുത്തു പറഞ്ഞ് ദൃഷ്ടാന്തം പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നാം നമ്മെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ, നാം യഥാർത്ഥത്തിൽ ദൈവത്തെ, നമ്മൾ സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തെയാണോ ബഹുമാനിക്കുന്നത്, അതോ നമ്മുടെ ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, നമ്മുടെ നേതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, അവരെയൊക്കെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ദൈവം വളരെ പരാതിപൂർവം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ. അപ്പോൾ നാം ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാണ്. നാം എപ്പോഴും വിളിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നാണ്. ആ പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആ സർവ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പങ്കുവെച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കണം, ആ ദൈവത്തിൻ്റെ കരുതലിലായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിസ്സാരമായൊരു കാര്യമാണ്. ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ, അത് തന്നെത്താൻ ഒന്ന് ശോധന ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.